എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 വേണ്ടിയോ അല്ലെങ്കിൽ 8 9 മാത്രമായിട്ടോ ഉള്ള ഒരു വീഡിയോ അല്ല. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന, എന്നാൽ ക്ലാസ് 10 ടെക്സ്റ്റിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലിറ്റിൽ കൈറ്റ്സുകാർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റോബോട്ടിക്സ് എന്നുള്ളതാണ് ആ ഒരു അധ്യായം. ഇനി ഈ ചാനലിൽ റോബോട്ടിക്സിൻ്റെ ബേസിക്സ് മുതൽ അത്യാവശ്യം ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനെ ചെയ്യാൻ വേണ്ടുന്ന പരിജ്ഞാനം ലഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസുകൾ തുടർന്നു വരുന്നതായിരിക്കും. ഒപ്പം 8, 9, 10 ക്ലാസ്സുകളിലേക്കുള്ള ICT വീഡിയോസും ഇതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. നമുക്ക് റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യ സദൃശ്യമായിട്ടുള്ള യന്ത്രങ്ങളെയാണ്. എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മളിവിടെ പറയുന്നത് റോബോട്ടുകൾ എന്ന് തന്നെയാണ്. ആദ്യമായിട്ട് നമുക്ക് റോബോട്ടിക് കിറ്റ് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം നമ്മളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് തന്നെ കടക്കാം. അത് ആർഡിനോ UNO ആണ്. പലതരത്തിലുള്ള ആർഡിനോ UNOകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. വൈഫൈ വരെ ഉള്ള ആർഡിനോ UNO നമുക്ക് ലഭ്യമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഒന്ന് നമുക്കിവിടെ പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ടത് മൈക്രോ കൺട്രോളർ ചിപ്പ് എന്ന് പറയുന്ന ഇതിൻ്റെ ഹൃദയവും ബ്രെയിനും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ നടുക്കിൽ കാണുന്ന ഈ ചെറിയ ചതുരമാണ് ഈ ആർഡിനോയെ ഒരു കൊച്ചു കമ്പ്യൂട്ടറിനെ പോലെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങൾ മൂലമാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അനലോഗ് പിന്നുകൾ കണക്റ്റ് ചെയ്യുന്നതിനുള്ള ഭാഗങ്ങളാണ്. അനലോഗ് വോൾട്ടേജ് അളക്കുന്നതിനും മറ്റുമായിട്ടുള്ള പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുന്നതിനുള്ള ഭാഗങ്ങളാണ് ഇവിടെ A0 മുതൽ A5 വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഡിജിറ്റൽ പിന്നുകൾ അടങ്ങുന്ന 2 നിരകൾ നമുക്കിവിടെ കാണാൻ കഴിയും. 0, 1, 2 മുതൽ 13 വരെയുള്ള ഒരു നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഡിജിറ്റൽ പിന്നുകൾ കണക്ട് ചെയ്യുന്നതിനുള്ളതാണ്. ഇതിലെന്നാൽ 0ഉം 1ഉം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. അത് ബൈനറി കോഡിനോട് തന്നെ സാദൃശ്യമുള്ളവയായതുകൊണ്ടും നമ്മുടെ ആർഡിനോ UNOയുടെ മൈക്രോ കൺട്രോളർ ചിപ്പിനെ ഫ്ലാഷ് ചെയ്ത് മാറ്റി പുതിയ ഒരു സോഫ്റ്റ്വെയർ അതിലേക്ക് കയറ്റുന്നതിനോ അല്ലെങ്കിൽ കേർണൽ കയറ്റുന്നതിനോ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവയായതുകൊണ്ട് തന്നെ 2 മുതൽ 13 വരെയുള്ള ഡിജിറ്റൽ പിന്നുകളാണ് സാധാരണയായിട്ട് നാം അവിടെ ഉപയോഗിക്കാറുള്ളത്. ഇതിൽ തന്നെ ചില പിന്നുകളെ നമുക്ക് പ്രത്യേക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് കാണാൻ കഴിയും. അത്തരം പിന്നുകളെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നാണ് പറയുന്നത്. ഇവ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സെർവോ മോട്ടോർ മുതലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. 3, 5, 6, 9, 10, 11 എന്നിവയാണ് ആ പിന്നുകൾ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ കൊണ്ടുവരുന്നതിന് 2 ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് USB പോർട്ടാണ്. പവർ കൊണ്ടുവരിക മാത്രമല്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോഡുകൾ റൈറ്റ് ചെയ്ത് നൽകുന്നതും
പിന്നീട് ഇറേസ് ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്നതും ഒക്കെ ഈ USB പോർട്ടാണ്. ഒരിക്കൽ ഇതിലേക്ക് ഒരു കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ സഹായം നമുക്കിവിടെ ആവശ്യമില്ല. ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ്, അത് ബാറ്ററിയിൽ നിന്നാവാം, 12 വോൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും DC അഡാപ്റ്ററിൽ നിന്നുമാകാം. അത്തരത്തിലുള്ള എക്സ്റ്റേണൽ പവർ സോഴ്സ് കണക്ട് ചെയ്യുന്നതിനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇനി പൊതുവിൽ ഉള്ള നമുക്ക് എക്യുപ്മെൻറ്റ്സൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂളുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വോൾട്ട് ലഭിക്കുന്നതിന് ഇവിടെ 3 ഔട്ട്പുട്ടുകളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് 5 വോൾട്ട്, ഇവിടെ ഒരു 3.3 വോൾട്ട്, പിന്നെ ഒരു 5 വോൾട്ട് കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതിനു പുറമെ ഈ ഭാഗത്ത് 2 ഗ്രൗണ്ട് അഥവാ നെഗറ്റീവ് ടെർമിനലും വലതുവശത്ത് ഡിജിറ്റൽ പിന്നിൻ്റെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ടെർമിനൽ കൂടി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 5 വോൾട്ടും 3 ഗ്രൗണ്ട് അഥവാ നെഗറ്റീവ് പോർട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഒപ്പം ഒരു 3.3 വോൾട്ട് പോസിറ്റീവ് പോർട്ടും അവിടെ നമുക്ക് ലഭ്യമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനെന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടനാണ് ഇവിടെ റെഡ് നിറത്തിൽ കാണുന്നത്. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഇവ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനി എല്ലായ്പ്പോഴും നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത്, പെർമനൻ്റായിട്ട് കണക്ഷൻ കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാനിടയാക്കും. ചിലപ്പോൾ നമ്മുടെ കണക്ഷൻ കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കോഡുകളിൽ പിന്നീട് മാറ്റം വരുത്തുകയും കണക്ഷൻസിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ താൽക്കാലികമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ഈ കാണുന്ന ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള കണക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ധാരാളം ഹോൾസ് കാണുന്നുണ്ട്. ഈ ഹോൾസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരത്തിലുള്ള മോഡ്യൂളുകൾ ഫിക്സ് ചെയ്യാൻ പറ്റും. മുകളിലും താഴെയും കാണിക്കുന്ന ഈ വരകൾ സൂചിപ്പിക്കുന്നത് മുകളിലും താഴെയും അതേപോലെ ഈ ഭാഗങ്ങളിലുമുള്ള കണക്ഷൻ ഈ അറ്റത്ത് നിന്ന് തുടങ്ങി നേരെ ഇവിടെ വരെ വരുന്നു എന്നാണ്. കാരണം ഇവിടെ വെച്ചത് ബ്രേക്ക് ആവുന്നുണ്ട്. 2 തരത്തിലുള്ള ബ്രെഡ് ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ബ്രേക്ക് ആവുന്നതും നമുക്ക് അവൈലബിൾ ആണ്, ബ്രേക്ക് ആവാത്തതും അവൈലബിൾ ആണ്. അതായത് ഇവിടെ ഒരു 5 വോൾട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് എൻറ്റയർ ഏരിയയിൽ കവർ ചെയ്തുകൊണ്ട് ഇതുവരെ നമുക്കത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തവണ ഒരു 5 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഇത്രയധികം കണക്ഷൻസ് എടുക്കാം എന്നാണ്. പിന്നെ വീണ്ടും ഇവിടേക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടിപ്പുറത്തേക്ക് നമുക്ക് ആ കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. എന്നാൽ ഇവിടെ 0, 5, 10, 15, 20 എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് ലംബമായിട്ടാണ് കണക്ഷൻ പോകുന്നത്. വെർട്ടിക്കലി ആണ്, ഹൊറിസോണ്ടലി അല്ല കണക്ഷൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ 10 എന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു പോർട്ടിൽ ഞാൻ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് കൂടാതെയുള്ള ബാക്കി 4 പോർട്ടിലും ആ കണക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ വീണ്ടും നടുക്കിലൊരു കട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ഉള്ള ഭാഗത്തേക്ക് ആ കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയുമില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ഇത് ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പുറകുവശം നോക്കിയാൽ മതിയാകും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, ഈ അറ്റത്ത് നിന്ന് തുടങ്ങി കണക്ഷൻ പകുതി വരെ എത്തുന്നുണ്ട്. പകുതി വെച്ച് അത് കട്ടായി മാറുന്നുണ്ട്, വീണ്ടും അവിടെ നിന്ന് നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ താഴ്ഭാഗത്ത് 5, 10, 15, 20 എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഭാഗത്ത് വെർട്ടിക്കലി മാത്രമാണ് കണക്ഷൻ പോകുന്നത്. അതും നടുക്ക് വെച്ച് കട്ടായിട്ട് പിന്നീട് വേറെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആവും. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇത്തരത്തിലുള്ള
LED ബൾബുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നാണ്. ഇവിടെ LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ വേർപെടുത്തുന്ന രീതിയിൽ ആനോഡും കാഥോഡും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നീളം കൂടിയിട്ടുള്ള ടെർമിനൽ പോസിറ്റീവും നീളം കുറഞ്ഞ ടെർമിനൽ നെഗറ്റീവുമായിരിക്കും. എന്നാൽ ഇത് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഡിനോയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ഓർഡിനോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 5.5 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു LED താങ്ങാൻ പറ്റുന്ന വോൾട്ടിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ LED നാശം സംഭവിക്കും. അങ്ങനെയുള്ളപ്പോൾ കറണ്ടിനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് LED ആവശ്യമായ രീതിയിലേക്ക് ആ കറണ്ടിനെ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് റെസിസ്റ്ററുകൾ. റെസിസ്റ്ററുകൾ പല തരത്തിലുണ്ട്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഓം എന്നാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണുന്ന റെസിസ്റ്ററുകൾ തന്നെ പലതരത്തിലുള്ള റെസിസ്റ്റൻസ് ഉള്ളവയാണ്. അത് നിശ്ചയിക്കുന്നത് ഈ റെസിസ്റ്ററിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള പല നിറത്തിലുള്ള വളയങ്ങൾ വെച്ചുകൊണ്ടാണ്. ഓരോ വളയത്തിനും ഓരോ വാല്യൂ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസിസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു LED ലൈറ്റിനെ നമ്മുടെ ഓർഡിനോയിലേക്ക് കണക്റ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ LEDക്കും ഒരേ വോൾട്ടാണ് എന്നും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1.8 വോൾട്ട് മുതൽ 3.2 വോൾട്ട് വരെ വ്യത്യസ്തമായ വോൾട്ടേജിലാണ് LEDകൾ പ്രവർത്തിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള LEDക്ക് 1.8 ഉള്ളൂ. ഇങ്ങനെ വിവിധ തരത്തിലാണ് വോൾട്ടേജ് നാം LEDക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു റെസിസ്റ്റർ നമുക്ക് ഉപയോഗിക്കുന്നതാണ് LEDയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ LED ഒരേ ഒരു തവണ മാത്രം കത്തുകയും അതിൻ്റെ ഡയോഡ് കേടുവന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് IR മൊഡ്യൂളാണ്. ഇൻഫ്രാറെഡാണ്. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇൻഫ്രാറെഡ് എമിറ്ററും റിസീവറും കൂടിച്ചേർന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നമുക്ക് 3 പിന്നുകളാണ് ഉള്ളത്. ഒന്ന് ഔട്ട്, രണ്ടാമത്തത് GND, മൂന്നാമത്തത് VCC. GND എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. നെഗറ്റീവ് ടെർമിനലിലേക്ക് ഘടിപ്പിക്കേണ്ടതാണ് GND എന്ന് പറയുന്നത്. ഇനി VCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഘടിപ്പിക്കേണ്ടതാണ്. ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു മൂന്നാമത്തെ പിന്നാണ് ഈ മൊഡ്യൂളിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്ന ചതുര രൂപത്തിൽ കാണുന്നത്. ഇവിടെ മുന്നോട്ടോ പിന്നോട്ടോ നീക്കിക്കൊണ്ട് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ TV റിമോട്ടുകളിലും ഒക്കെയുള്ള സെയിം മൊഡ്യൂളാണ്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിലെല്ലാം ഒരു എമിറ്റർ മാത്രമാണ് ഉള്ളത്. റിസീവർ നിൽക്കുന്നത് TVയിലായിരിക്കും, അതല്ലെങ്കിൽ തൊട്ടടുത്ത ഡിവൈസിലായിരിക്കും. ഇവിടെ എമിറ്ററിലൂടെ ഒരു IR റേ, നമുക്ക് ഇൻഫ്രാറെഡ് റേ പോകുന്നു. അത് ഏതെങ്കിലും ഒരു പ്രതലത്തിലോ തടസ്സത്തിലോ തട്ടി തിരിച്ച് ഇതേ മൊഡ്യൂളിൻ്റെ തന്നെ IR റിസീവറിലേക്ക് എത്തുകയും അതനുസരിച്ച് ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന രീതി. IR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു IR റേസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വ്യതിചലനങ്ങൾ വളരെ കുറവായിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ രാത്രി അല്ലെങ്കിൽ തണുപ്പ്, കാറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഇവയൊക്കെ ഈ ഒരു റേയ്ക്ക് ഉണ്ടാക്കാവുന്ന ഡീവിയേഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഡിവൈസസുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കാരണം. ഇത് ഉപയോഗിക്കപ്പെടുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രസൻസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തനിയെ ഓണാകുന്ന ലൈറ്റ്, അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തനിയെ തുറന്നു തരുന്ന ഡോറുകൾ, ഇവയിലൊക്കെ ഈ IR മൊഡ്യൂൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്ന ബസ്സറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചെറിയ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെയും 3 പിന്നുകളാണുള്ളത്. VCC പോസിറ്റീവ് ടെർമിനലിലേക്ക്, ഗ്രൗണ്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക്. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്ന് പറയുന്ന നടുക്കിലെ പിന്നാണ് ഡിജിറ്റൽ പിന്നുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. നാം പരിചയപ്പെടാൻ പോകുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ ലൈറ്റിൻ്റെ തീവ്രത, അതിൻ്റെ പ്രസൻസ്, ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു മൊഡ്യൂളാണ്. ഇവിടെ നമുക്ക് 4 രീതിയിലുള്ള പിന്നുകൾ കാണും. അനലോഗ്, ഡിജിറ്റൽ, ഗ്രൗണ്ട് ആൻഡ് VCC എന്ന് പറയും. നമുക്കിതിൽ 3 ഉപയോഗിച്ചാൽ മതിയാകും. ഇവിടെ പ്രകാശം ഈ ഒരു പാനലിലേക്ക് പതിക്കുന്ന സമയത്ത് അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൻ്റെ ഒരു കർത്തവ്യം. അതിൻ്റെ സെൻസർ കറക്റ്റായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് നമുക്ക് ഇവിടെ ചതുരത്തിൽ കാണുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ കാണപ്പെടുന്നത് ഇരുട്ടാകുമ്പോൾ തനിയെ പ്രകാശിക്കുന്ന വൈദ്യുത വിളക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ്സ് പോലുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മൊഡ്യൂള് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മിന്നി കത്തുന്ന ഒരു LED നിർമ്മിച്ചാലോ? അതിനുവേണ്ടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിക്ടോബ്ലോക്സ് എന്ന് പറയുന്ന പുതിയൊരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. ഒരേ സമയം നമുക്ക് സ്ക്രാച്ചിൻ്റെയും പൈത്തണിൻ്റെയും ഒക്കെ കോഡുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് പിക്ടോബ്ലോക്സ് എന്ന് പറയുന്നത്. ലിറ്റിൽ കൈറ്റ്സുകാർ കഴിഞ്ഞ വർഷവും 10ാം ക്ലാസ്സുകാർ ഈ വർഷവും പരിചയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളിൽ ആരെങ്കിലും ലിറ്റിൽ കൈറ്റ്സിൽ ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി ഇത് 9ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടും ഉണ്ടാകും. ഒരുപാട് പുതിയ തരത്തിലുള്ള എക്സ്റ്റൻഷനുകൾ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിവിടെ ഫേസ് ഡിറ്റക്ഷൻ, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, ഹ്യൂമൻ ബോഡി ഡിറ്റക്ഷൻ, മെഷീൻ ലേണിംഗ് എൻവറോൺമെൻറ്റ്, അതേപോലെ ഫിസിക്സിൻ്റെ 2D ഫിസിക്സ് എന്നുള്ള രീതിയിലുള്ള എൻവറോൺമെൻറ്റുകൾ, ആ രീതിയിലുള്ള പല തരത്തിലുള്ള ഫിസിക്സ് എൻജിൻ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ, നമ്മുടെ സ്പീച്ച് റെക്കഗ്നിഷനുള്ള ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് റെക്കഗ്നിഷനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് കോഡിങ് നടത്താം എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു LED ഓൺ ആകുന്നതും ഓഫ് ആകുന്നതും എന്ന് നോക്കാം. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോഡുകളൊന്നും തന്നെ ഓർഡിനോയുമായി ബന്ധപ്പെട്ട അഥവാ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടവ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഓർഡിനോ കിറ്റിനെ ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്കവിടെ അതിൻ്റെ കോഡുകൾ ലഭ്യമാവുകയുള്ളൂ. കണക്ട് ചെയ്തതിന് ശേഷം 2 ലൈറ്റുകളും ഓർഡിനോ യുഎൻഒയിൽ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ബോർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പലതരത്തിലുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും.
അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആർഡിനോ UNO എന്ന് പറയുന്ന ഈ ഒരു ചിത്രമാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ പേരും പോർട്ടും കാണും. ജസ്റ്റ് കണക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ പുതിയതായിട്ട് ആർഡിനോ UNOയുടെയും ആക്ച്വേറ്റേഴ്സിൻ്റെയും സെൻസേഴ്സിൻ്റെയും ഡിസ്പ്ലേ മൊഡ്യൂൾസിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കോഡുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പുതിയ പുതിയ രീതിയിലുള്ള ഒരുപാട് മൊഡ്യൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള റോബോട്ടിക് പ്രൊജക്റ്റുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെൻ ആർഡിനോ UNO സ്റ്റാർട്ട്സ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു കോഡ് ആക്റ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പിക്ടോബ്ലോക്സ് ഉപയോഗിക്കുന്ന സ്റ്റേജ് മോഡിൽ നിന്നും അപ്ലോഡ് മോഡിലേക്കൊന്ന് മാറേണ്ടതുണ്ട്. ഞാനൊന്ന് അപ്ലോഡ് മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനടി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൻ്റെ ഇൻ്റർഫേസൊക്കെ മാറിയിട്ട് അവിടെ കോഡുകൾ വരുന്നത് കണ്ടു. ആ കോഡുകളുടെ ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം ബ്ലോക്സിൻ്റെ കൂടെ തന്നെ C++ അടക്കം ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതാ ഇവിടെ വെൻ ആർഡിനോ UNO സ്റ്റാർട്ട്സ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു കോഡ് ആക്റ്റീവ് ആയിരിക്കുന്നത് കാണുന്നുണ്ട്. അതായത് എപ്പോഴൊക്കെ ആർഡിനോ UNO കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിലേക്ക് പവർ സപ്ലൈ വരുന്നു അതിനുള്ളിലെ കോഡുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കോഡും കണക്ഷനും കറക്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കോഡുകൾ കാണിച്ച് പരിചയപ്പെടുത്താം. അതിനുശേഷം കണക്ഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ചിത്ര സഹായത്തോടു കൂടി ഞാനൊന്ന് വിശദീകരിച്ച് തരാം. അപ്പോൾ ഒരു LED സർക്യൂട്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വോൾട്ടിൽ നിന്നും കണക്ഷൻ ആരംഭിച്ച് അത് ഒരു റെസിസ്റ്ററിലൂടെ LED പോസിറ്റീവ് ടെർമിനലിലെത്തി അത് അതിനുള്ളിലൂടെ സഞ്ചരിച്ച് LED നെഗറ്റീവ് ടെർമിനൽ വഴി ആർഡിനോ UNOയിലെ ഗ്രൗണ്ട് അഥവാ നെഗറ്റീവ് ടെർമിനലിലാണ് അവസാനിക്കുന്നത്. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ക്ലോസ്ഡ് സർക്യൂട്ട് രൂപം കൊള്ളുന്നത്. ഇനി നാം വീട്ടിലൊക്കെ സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വളരെ വേഗത്തിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഓണായി ഓഫായി കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ ആ ലൈറ്റ് പ്രകാശിക്കും. നമ്മളിങ്ങനെ മാനുവലായിട്ട് ഓണും ഓഫും ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് വരികയും വരാതിരിക്കുകയും വീണ്ടും വരികയും വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൃത്യമായ ഇടവേളകളിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്. വിശേഷ ദിവസങ്ങളിലോ നമ്മുടെ പല ഭാഗങ്ങളിലുമുള്ള കടകളിലായാലും അതേപോലെ പൂരപ്പറമ്പിലായാലും കല്യാണ വീടുകളിലായാലും ഒക്കെ കാണപ്പെടുന്ന പലതരത്തിൽ മിന്നിമറിഞ്ഞ് നമ്മളെ രസിപ്പിക്കുന്ന ലൈറ്റുകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം ഇത് തന്നെയാണ്. ഒപ്പം ഇത് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് LED ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഈ ഒരു കോഡ് എടുത്തു വയ്ക്കുകയാണ്. എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഡിജിറ്റൽ പിന്നിലൂടെ വരുന്ന കറൻറ്റിനെ ഓണാക്കാനും ഓഫാക്കാനുമുള്ള കോഡുകൾ നൽകുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫുമാണ്. ഇത് എല്ലായ്പ്പോഴും പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം, എല്ലായ്പ്പോഴും പ്രവർത്തിക്കാനുള്ള ഒരു ലൂപ്പിലേക്ക് വെക്കണം. അപ്പോൾ ഫോറെവർ എന്ന ലൂപ്പ് ഞാൻ അവിടെ വെച്ചു. അതിനുള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് ഞാൻ കൊടുത്തു. ഹൈ അഥവാ ട്രൂ എന്ന് പറയുന്നത്
കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഓൺ എന്നാണ് അർത്ഥം. ഞാനിവിടെ ഡിജിറ്റൽ പിൻ ഇപ്പോൾ തൽക്കാലം 2ലേക്ക് വെച്ചു. ഇനി ഉടനടി ഓണായി ഓഫായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മാറ്റം നമ്മുടെ കണ്ണിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു സെക്കൻഡിൻ്റെ ഗ്യാപ്പ് വെക്കുകയാണ്, ഒരു ഡിലേ ആണ് വെക്കുന്നത്. ഇവിടെ അതിനനുസരിച്ച് കോഡുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിം കോഡ് ഇവിടെ വരുന്നത് നമുക്ക് കാണാം. ഇനി വീണ്ടും എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആർഡിനോ യുഎൻഒയിൽ പോയിട്ട് സെറ്റ് ഡിജിറ്റൽ പിൻ ടു ഔട്ട്പുട്ട് ആസ് ലോ എന്ന് വെക്കുക. ഒരു തവണയും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റ് 1 സെക്കൻഡ് വെക്കാം. ഇങ്ങനെ ആകുമ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കുന്നു ആ ഒരു സമയങ്ങളിൽ മുഴുവൻ ഒരു തവണ ഓണാകുന്നു, 1 സെക്കൻഡ് കഴിഞ്ഞ് ഓഫാവുന്നു, വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് ഓണാവുന്നു എന്ന് വരും. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇവിടെ കൂടി എന്ത് ചെയ്യാം, ഒരു വെയിറ്റ് വെക്കുന്നതാണ് ഇത് വൃത്തിയായി വർക്ക് ചെയ്യാൻ നല്ലത്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇവിടെ അപ്ലോഡ് കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഇത് നമ്മുടെ ആർഡിനോയിലേക്ക് കയറിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് കൊടുത്താലും മതിയാവും. എന്നാൽ ഇത് മാത്രമല്ല നമുക്ക് കോഡ് ചെയ്യുന്നതിനുള്ള ഒരു രീതി. നമുക്ക് മറ്റൊരു രീതി കൂടെ ഇത് വർക്ക് ചെയ്യിക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കറണ്ട് ഇതിലേക്ക് വന്നാൽ വർക്ക് ചെയ്യുന്ന രീതിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്താം. നമ്മൾ സാധാരണഗതിയിൽ പിക്ടോബ്ലോക്സ് അല്ലെങ്കിൽ സ്ക്രാച്ച് പരിചയപ്പെട്ടുള്ള എപ്പോഴും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നാണ്. അതെങ്ങനെ ഇവിടെ ഉപയോഗിക്കാമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഫോറവർ കഴിഞ്ഞിട്ടുള്ള കോഡിനൊന്നും മാറ്റമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇവൻസിലേക്ക് വരണം. പക്ഷേ ഇവിടെ നമുക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, സ്റ്റേജ് മോഡിലേക്കൊന്ന് മാറണം. ഞാൻ സ്റ്റേജ് മോഡ് ക്ലിക്ക് ചെയ്ത ഉടനെ അവിടെ ഇവൻറ്റ്സ് വീണ്ടും ആക്റ്റീവായിട്ട് വരുന്ന കണ്ടു. പക്ഷെ അവിടെ വെൻ ആർഡിനോ യുഎൻഒ സ്റ്റാർട്ട്സ് അപ്പ് എന്ന് പറയുന്നത് ഡിസേബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു കോഡ് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് ആക്കി. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ഈ കോഡുകളൊക്കെ ആർഡിനോയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ഇവ തമ്മിൽ ഉള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയുള്ള ഒരു ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫേം വെയർ ഇതിലേക്ക് ഒരേ ഒരു തവണ, അതായത് ഒരു തവണ കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യുന്നത് വരെ ഒരേ ഒരു തവണ മാത്രം നമ്മൾ ഒരു ഫേം വെയർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് കാണാം, സ്റ്റേജിൻ്റെ മുകളിലായിട്ട് അപ്ലോഡ് ഫേം വെയർ എന്ന് കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കുറച്ച് നേരം എടുക്കുക. അപ്പോൾ ഒന്നൊരു സീരിയൽ പോർട്ട് ഡിസ്കണക്ട് എന്ന് പറയും. നമ്മൾ പേടിക്കേണ്ടതില്ല, ഏതാനും സെക്കൻഡുകൾ ഇതിനെടുക്കും. അതിനുശേഷം സക്സസ്ഫുൾ എന്ന് തന്നെ വന്നോളും. അപ്പോൾ അതിൽ ടൈം ഡിലേ എടുക്കുന്നതിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്നായി. ഇനി നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇത് വർക്കായിക്കൊള്ളും. ഇതുപോലെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു വയറിൽ നിന്നും ഗ്രൗണ്ട് ഇതിലെ നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നെഗറ്റീവിലേക്ക് അത് കറണ്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഡിജിറ്റൽ പിന്ന് 2-ൽ നിന്നും ഒരു കണക്ഷൻ വന്ന് ഈ പ്ലസ്സിലേക്ക് വരികയും ഈ പ്ലസ്സിൻ്റെ എൻ്റെയർ ഈ നടുക്ക് വരെ അതിൻ്റെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കണക്ഷൻ നമ്മൾ റെസിസ്റ്റർ മുഖേന LED ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്ക് എത്തുന്നത് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. LED നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ള സെയിം ഭാഗത്ത് ഹൊറിസോണ്ടലായിട്ട് കണക്ഷൻ വരുന്ന രീതിയിൽ ഗ്രൗണ്ടിൽ നിന്നും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ക്ലോസ്ഡ് കംപ്ലീറ്റ് സർക്യൂട്ട് ആവുകയും നമ്മൾ എപ്പോഴാണോ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് 1 സെക്കൻഡ് ഇടവേളയിൽ ലൈറ്റ് ഓണായി ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ മൊഡ്യൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും അതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കാം എന്നുള്ളതും ഈ സീരീസിൽ തന്നെ വരുന്നുണ്ട്. ഒപ്പം
സ്ക്രാച്ചിനെയും ആർഡിനോയും കണക്ട് ചെയ്തുകൊണ്ട് ഗെയിമുകളൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കൂടി ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അവയെല്ലാം കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക.